സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്ന ദിവസമാണ്. പല പ്രതിഷേധങ്ങളും. ഒന്നല്ല, എൻ്റെ പിതാവിനെ അന്യായമായി 1-2 വർഷമല്ല 9 വർഷക്കാലം ഈ സർക്കാർ പ്രതിപക്ഷത്തിൽ നിന്നപ്പോഴും ഇവരും വേട്ടയാടിയ മാത്രമല്ല, വേട്ടയാടൽ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്, ഒരു സംശയം വേണ്ട. അത് വലിയ പ്രതിഷേധമാണ്. പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിന്റെ മനസ്സിലേറ്റ മുറിവാണത്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണ്ടെങ്കിൽ ആ ഒരു വേട്ടയാടൽ ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തെ ഫണ്ട്സ് തരാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന തരത്തിൽ ഉൾപ്പെടെ ഉള്ള വേട്ടയാടൽ നടന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതും പ്രതിഷേധമാണ്. ഒപ്പം ഞാൻ കയറിയതിനു ശേഷം 9 വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പാലങ്ങൾ അത് ഇപ്പോഴും തൂള് നിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ നിർത്തി അവിടെ നിൽക്കുക. അപ്പം വേട്ടയാടി മാത്രമല്ല, ഈ മണ്ഡലത്തോടും കാണിച്ച അന്യായങ്ങൾ ചെറുതല്ല. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ എന്റെ പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷന് എന്റെ പിതാവിന്റെ പേരിട്ടു. മനക്ക ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ 9 വർഷക്കാലം പല രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേട്ടയാടി. ഇന്ന് അത് പണി തീരാത്തൊരു സ്ഥാപനത്തിന് അത് അദ്ദേഹത്തിന്റെ പേരിടണോ? കറുപ്പ് പ്രതിഷേധത്തിന്റെ ഇതാണ്. ഇന്ന് കറുപ്പ് കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും പറയാൻ. കറുപ്പ് കണ്ടാൽ ഇന്ന് പലർക്കും പ്രശ്നമാണ്. ഇത് കറുപ്പ് എന്നുള്ളത് ഇവിടുത്തെ സമൂഹത്തിന്റെ വലിയ എന്താ പറയുക ആചാരത്തിന്റെ കൂടെ ഭാഗ്യമെന്ന് വിചാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ CBIയുടെ റിപ്പോർട്ട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യാമോ? ഞാൻ പലതവണ പറഞ്ഞില്ലേ ചർച്ച ചെയ്തു. അദ്ദേഹത്തിനെതിരെ CBI എൻക്വയറി നിങ്ങൾ ഓർത്തു നോക്കൂ. ഒരു കുടുംബത്തിന്റെ വേദന. ആദ്യം 3 വർഷക്കാലം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ വേട്ടയാടുക. അത് കഴിഞ്ഞിട്ട് CBI എൻക്വയറി. അതിനു മുമ്പ് അദ്ദേഹത്തിനടുത്ത് റേപ്പ് കേസിന്റെ ചാർജ് ഞാൻ പറയണോ? അപ്പം എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇതൊന്നും ചെയ്തില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എല്ലാ പ്രതിഷേധവും ഇന്ന് കേരളം രേഖപ്പെടുത്തുന്ന ദിവസമാണെന്ന് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള ദിവസമാണ്. അതുകൊണ്ട് ആ വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത്. അതിൽ എന്താ പറയുക, സ്വർണ്ണക്കൊള്ളയും അതിന്റെ വളരെ വലിയ ഇഷ്യൂ ആണ്. ഒരു സർക്കാരിന്റെ കാലത്ത് നടക്കാത്ത വിധം ഈ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കാനും സ്വർണ്ണക്കൊള്ള നടത്താനും കൂട്ടി നിന്നൊരു സർക്കാരിനെതിരെയുള്ള കൂടി പ്രതിഷേധമാണിത്.